ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാരെന്ന് നിങ്ങൾക്കറിയാമോ ഗായ്സ്? അത് മറ്റാരുമല്ല, എലോൺ മസ്ക് ആണ്. എലോൺ മസ്കിൻ്റെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് $421.2 ബില്യൺ ഗൈസ്. അപ്പോൾ എലോൺ മസ്കിൻ്റെ ഇൻസ്പിറേഷൻ ലൈഫ് സ്റ്റോറിയാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് ഗൈസ്. ദക്ഷിൺ ആനാപ്രീറ്റോറിയയിലെ തിരക്കുപിടിച്ച നഗരത്തിൽ ഏകാന്തതയിൽ മുഴുകിയിരുന്ന ഒരു ബാലനായിരുന്നു ഏലോൺ മസ്ക്. പുസ്തകങ്ങളുടെ ഇടയിലും കമ്പ്യൂട്ടർ സ്ക്രീനുകളുടെ പ്രഭയിലും അവൻ ആശ്വാസം കണ്ടെത്തി. സമകാലികരുടെ പരിഹാസങ്ങൾക്കിടയിലും അവൻ തന്റെ സ്വന്തം ലോകത്തിലേക്ക് ഊളിയിട്ടു. അവിടെ യാഥാർത്ഥ്യത്തിന്റെ പരിധികൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്ന അതിലോകത്തെ രൂപാന്തരപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ അവൻ കണ്ടു. ടെക്നോളജിയുടെയും ശാസ്ത്രത്തിന്റെയും രഹസ്യങ്ങൾ അവനെ അതിശയിപ്പിച്ചു. മണിക്കൂറുകളോളം അവൻ ഇലക്ട്രോണിക് ഉപകരണങ്ങളുമായി കളിച്ചു. കമ്പ്യൂട്ടറുകളെ അവന്റെ ഇഷ്ടാനുസൃതം വഴിവാണിച്ചു. 12-ാം വയസ്സിൽ ഏലോൺ തന്റെ സംരംഭകത്വത്തിന്റെ തളിരിലകൾ വിരിച്ചു. ബ്ലാസ്റ്റർ എന്ന വീഡിയോ ഗെയിം അവൻ രൂപകൽപ്പന ചെയ്തു. അത് വിറ്റുപോയപ്പോൾ അവന്റെ ആത്മവിശ്വാസം പുഷ്പിച്ചു. ആദ്യത്തെ വിജയം അവന്റെ അഭിലാഷങ്ങളെ പുതിയ ഉയരങ്ങളിലേക്ക് നയിച്ചു. അറിവിനായി അവൻ ദാഹിച്ചു. അക്കാദമിക മേഖലയിൽ തലയുയർത്തി നിന്നു. ഭൗതികശാസ്ത്രത്തിന്റെയും വ്യവസായരീതികളുടെയും സൂക്ഷ്മതകൾ അവഗാഹിച്ചു. അറിവിനായുള്ള അന്വേഷണം അവനെ കാനഡയിലേക്ക് നയിച്ചു. അവിടെ അവൻ ഉന്നത വിദ്യാഭ്യാസം തേടി. പിന്നീട് അമേരിക്കൻ ഭൂമിയിൽ അവൻ തന്റെ ഭാഗ്യം പരീക്ഷിക്കാൻ തീരുമാനിച്ചു. യാത്രാമധ്യേ നിരവധി തടസ്സങ്ങൾ അവൻ നേരിട്ടു. ആദ്യത്തെ കമ്പനിയായ SIP-2 പരാജയം അവന്റെ മനസ്സിനെ തളർത്താൻ ശ്രമിച്ചു. എന്നാൽ ഏലോൺ തളരാതെ ഉറച്ചുനിന്നു. അവന്റെ ദർശനത്തിൽ അവൻ അവിശ്വാസം പ്രകടിപ്പിച്ചു. അദ്ദേഹം പേപ്പാൽ സഹസ്ഥാപകനായി ഓൺലൈൻ പേയ്മെന്റ് രീതികളിൽ വിപ്ലവം സൃഷ്ടിച്ചു. തുടർന്ന് അവന്റെ ഹൃദയം ആഗ്രഹിച്ച മേഖലയായ ബഹിരാകാശ പര്യവേഷണം അവൻ ഏറ്റെടുത്തു. SpaceX എന്ന കമ്പനി സ്ഥാപിച്ച് റോക്കറ്റുകളും ബഹിരാകാശവാഹനങ്ങളും നിർമ്മിക്കാനുള്ള യാത്ര ആരംഭിച്ചു. ചൊവ്വയിൽ ഒരു മനുഷ്യവാസം സ്ഥാപിക്കുക എന്ന അദ്ദേഹത്തിന്റെ ധീരോദ്ദാമപരമായ ലക്ഷ്യം പലരെയും അമ്പരപ്പിച്ചു. പരാജയങ്ങൾ അവനെ നിരാശപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ അവൻ തളർന്നില്ല. അവന്റെ വിശ്വാസം അയായി നിലനിന്നു. ഏലോൺ മസ്കിന്റെ സംരംഭകത്വം ബഹിരാകാശത്തോട്ട് ഒതുങ്ങി നിന്നില്ല. ടെസ്ല ഇലക്ട്രിക് വാഹനങ്ങളുടെ പുതിയ വഴികാട്ടിയായി അദ്ദേഹം അതിന്റെ രൂപീകരണത്തിൽ പങ്കുവഹിച്ചു. പരമ്പരാഗത ഓട്ടോമോട്ടീവ് വ്യവസായത്തെ അത് വെല്ലുവിളിച്ചു. സുസ്ഥിരമായ ഗതാഗതത്തിലേക്കുള്ള മാറ്റം ത്വരിതപ്പെടുത്തി. ന്യൂറാലിങ്ക് മനുഷ്യമസ്തിഷ്കത്തിന്റെയും കമ്പ്യൂട്ടറുകളുടെയും സംയോജനം സാധ്യമാക്കുന്ന ഒരു ന്യൂറോടെക്നോളജി കമ്പനി അദ്ദേഹം സ്ഥാപിച്ചു. മനുഷ്യന്റെ കഴിവുകൾ വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു അതിന്റെ ലക്ഷ്യം. ഏലോൺ മസ്കിന്റെ ജീവിതം ദർശനത്തിന്റെ, ക്ഷമയുടെ, നൂതനത്വത്തിന്റെ ഒരു പ്രതീകമാണ്. അഭിലാഷങ്ങളുടെ പിന്നാലെ അവൻ അശ്രാന്തമായി ഓടി. മനുഷ്യരാശിയുടെ സാധ്യതകളിൽ അവൻ അയായ വിശ്വാസം പ്രകടിപ്പിച്ചു. അവൻ ലോകത്തെ പ്രചോദിപ്പിച്ചു. ഭാവി നിശ്ചിതമല്ല, നമ്മുടെ സ്വപ്നങ്ങളും പ്രവൃത്തികളും അതിനെ രൂപപ്പെടുത്തുന്നു എന്ന അദ്ദേഹത്തിന്റെ സന്ദേശം പ്രചോദനദായകമാണ്. അവൻ സാധ്യതകളുടെ അതിരുകൾ തുടർച്ചയായി തള്ളി നീക്കുന്നു. മനുഷ്യന്റെ കഴിവുകളിൽ അവൻ അഗാധമായ വിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഇട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.